ചൂടുള്ള സാമ്പാറിനും ഇഡ്ഡലിയും സ്വപ്നം കണ്ട് എഴുന്നേറ്റ് ഞാൻ ഇഡ്ഡലിയുടെ രോദനമാണ് കണ്ടത്. മഴയും തണുപ്പും കാരണം ഇഡ്ഡലി ഒട്ടും പൊന്തിയിരുന്നില്ല. എന്നാൽ അമ്മ അതിനെക്കുറിച്ച് പോംവഴികൾ കണ്ടുപിടിച്ചു. നമുക്ക് നോക്കിയാലോ? ചൂട് വെള്ളത്തിൽ ഇറക്കി വയ്ക്കാം. വലിയ പാത്രങ്ങളിലോ കുക്കറുകളിലോ ചൂടുവെള്ളത്തിൽ മാവ് 10 മുതൽ 15 മിനിറ്റ് വരെ ഇറക്കി വയ്ക്കാവുന്നതാണ്. അതോടെ മാവ് പുളിച്ച് പൊന്തി വരും. വളരെ പെട്ടെന്ന് ഫലം കിട്ടണമെങ്കിൽ വളരെ ചെറിയ അളവിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ മാവിൽ ചേർത്തിളക്കി ഉപയോഗിക്കാം. ചൂട് കുറവായത് കാരണമാണ് മാവ് പൊന്താതിരുന്നത്. തെർമൽ കുക്കറിലോ ഓവനിലോ 8 മുതൽ 10 മണിക്കൂർ വരെ വച്ചു കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ നടക്കും. അപ്പോൾ മാവ് റെഡിയാകും. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ ഉപ്പിടരുത്. അത് പുളിച്ചു വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് ഉപയോഗിക്കാവൂ. പച്ചരിയുടെ കൂടെ ഉഴുന്ന്, ചോറ്, ഉലുവ ഇവയൊക്കെ ചേർത്താൽ ഇഡ്ഡലി കൂടുതൽ മൃദുവും രുചിയും കൂടും. ഇഡ്ഡലിയുടെ മാവിൽ ചോറ് വളരെ കൂടിപ്പോയാൽ അരിപ്പൊടിയോ വറുത്ത റവ അഥവാ സാദാ റവയോ മാവിൽ ചേർത്ത് 10 മിനിറ്റ് വച്ചതിനു ശേഷം ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഇത് വെള്ളമയം വലിച്ചെടുത്ത് മാവ് കട്ടിയായി തീരുന്നത് കാണാം. അതിനുശേഷം ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലിക്ക് കട്ടി കൂടുതലാണെങ്കിൽ അല്പം ഉഴുന്ന് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ചതിനു ശേഷം അല്പം വെള്ളം ചേർത്ത് കട്ടിയായി അരച്ച് എടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1 മണിക്കൂറിനുള്ളിൽ മാവ് റെഡിയാകും. അടുത്തതായി ഉലുവ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വച്ചതിനു ശേഷം കട്ടിയായി അരച്ചെടുത്ത് ഇഡ്ഡലി മാവിൽ ചേർത്താൽ നല്ല സോഫ്റ്റ് കിട്ടും. ചോറ് ഇഡ്ഡലിയുടെ മാവിൻ്റെ കൂടെ 1-2 തവി ചോറ് കൂടെ ചേർത്ത് അരച്ചാൽ നല്ല മൃദുത്വമുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം. പിന്നെ ഇഡ്ഡലിത്തട്ടിൽ ഒരൽപ്പം എണ്ണ തടവിയാൽ വളരെ പെട്ടെന്ന് ഇളകി വരും. അതുപോലെ ചെറുതായി പച്ചവെള്ളം തളിച്ച് 2 മുതൽ 3 മിനിറ്റ് വരെ തണുക്കാൻ വയ്ക്കുന്നത് ഇഡ്ഡലിത്തട്ടിൻ്റെ ചൂട് കുറയ്ക്കാനും ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് വിട്ടുപോരുവാനും സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.